ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തമ്മിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെമ്മീൻ വറുത്തെടുക്കാൻ നോക്കാം. അപ്പം ഞാൻ എന്താക്കി ആദ്യം ചെമ്മീനിൽ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നിങ്ങളെ പാകത്തിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എനിക്ക് 1.5 ടീസ്പൂൺ ഉപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു പകുതി മുറിച്ച് ചെറുനാരങ്ങേൻ്റെ നീര് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങേൻ്റെ നീര് കുറച്ച് ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ലൊരു പുളിപ്പൊക്കെ ഉണ്ടാവും. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം പൊടികളെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ല കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടി മസാലകളെല്ലാം നല്ലപോലെ കുഴച്ചത് ഇങ്ങനത്തെ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു അധികം വെള്ളം ആവണ്ട, അധികം വെള്ളം കുറയും വേണ്ട. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പരുവാക്കുമ്പോൾ മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലയും ചെമ്മീനും കൂടി നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മസാല ചെമ്മീനിലേക്ക് നല്ലോണം പിടിച്ചോളും. നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കൊന്ന് മസാലയൊക്കെ ചെമ്മീനൊക്കെ കൂടി ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു ചട്ടി എടുത്ത് അത് ചൂടായിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടാവണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ ചെമ്മീൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കൊരു സ്ലോ ഫ്ലോയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അധികം തീ കൊടുക്കണ്ട, കുറച്ച് തീയിൽ നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മറിച്ചിട്ട് നോക്കുകയാണ്. അപ്പം മറിച്ചിട്ടപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു വശം നല്ലോണം വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലോണം മൊരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ വശവും നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം കേട്ടോ. എല്ലാം മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 2 വശവും നല്ലോണം വെന്ത് കിട്ടും, നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാം മറിച്ചിടുന്ന ഞാൻ കാണിക്കുന്നില്ല. എല്ലാം മറിച്ചിട്ട് ഞാൻ 10 മിനിറ്റ് കൂടി വേവിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മളെ ചെമ്മീൻ അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.